ഫ്രണ്ട്സ്, വെൽക്കം ടു ടേസ്റ്റി ഗെയിംസ്. എന്തൊക്കെയാണ് എല്ലാവരുടെയും വിശേഷങ്ങൾ? നോമ്പൊക്കെ എങ്ങനെ പോകുന്നു? അപ്പം ഞാനിന്ന് വന്നിരിക്കുന്നത് നമ്മൾ നോമ്പൊക്കെ തുറന്ന ശേഷം കഴിക്കാൻ പറ്റിയ നല്ലൊരു ഡെസേർട്ടും ആയിട്ടാണ് മാംഗോ മൂസ്. അതെങ്ങനെ ഉണ്ടാക്കുന്നത് നമുക്ക് നോക്കിയാലോ? അതിനാദ്യമായി ഞാനിവിടെ എടുത്തിരിക്കുന്നത് ആരോറൂട്ട് ബിസ്ക്കറ്റാണ്. അപ്പോൾ ഈ ബിസ്ക്കറ്റ് നമുക്കൊന്ന് പൊടിച്ചെടുക്കണം. മെൽറ്റാക്കിയ ബട്ടറും കൂടി മിക്സ് ആക്കിയിട്ട് 1-2 സ്പൂൺ ബട്ടർ മിക്സ് ആക്കി പൊടിച്ചാൽ ഒരു നനവുള്ള ഫീൽ കിട്ടും നമുക്ക്. അപ്പോൾ ഒന്ന് ഇത് പൊടിച്ചുകൊണ്ട് വരാം. ഓക്കെ, അങ്ങനെ നമ്മുടെ ബട്ടർ മിക്സ് റെഡി ആയിട്ടിരിക്കുകയാണ്. ബട്ടറും ബിസ്ക്കറ്റും കൂടി മിക്സ് ആക്കിയത് നമ്മളിത് ലെയറായിട്ടാണ് ചെയ്യുന്നത്. അതുകൊണ്ടാണ് ഫസ്റ്റ് ലെയറായിട്ട് ഞാനിവിടെ ബിസ്ക്കറ്റ് എടുത്തിരിക്കുന്നത്. ഓക്കെ, ഇനി നമുക്കിതൊന്ന് മാറ്റി വെക്കാം. ഇനി നമ്മുടെ മെയിൻ ഇൻഗ്രീഡിയൻ്റായ മാങ്ങ എടുക്കാം. നമുക്ക് മാങ്ങ ഞാൻ ഓൾറെഡി ഇവിടെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഈ മാങ്ങ നമുക്ക് മിക്സിയിലിട്ടൊന്ന് അരച്ചെടുക്കാം. എനിക്ക് അധികം കളറില്ലാത്ത മാങ്ങയാണ്, മധുരം കുറവായിരുന്നു. അതുകൊണ്ട് തന്നെ ഞാൻ പഞ്ചസാര ചേർത്താണ് അടിക്കുന്നത്. ഇതിപ്പോൾ 2 ട്രിപ്പാക്കി നമുക്ക് അരച്ചെടുക്കാം മിക്സിയിൽ. ഓക്കെ, അപ്പോൾ നന്നാക്കി അരച്ചെടുക്കുക. അപ്പം നമ്മൾ ഈ മിക്സ് റെഡി ആയിട്ടുണ്ട്. മാംഗോ പ്യൂരി നമ്മൾ ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ മാംഗോ പ്യൂരി കൂടി മാറ്റി വെക്കാം. അടുത്തതായി ഞാൻ എടുക്കുന്നത് വിപ്പിംഗ് ക്രീമാണ്. നല്ല തണുപ്പുള്ള വിപ്പിംഗ് ക്രീമാണ്. അത് പ്രത്യേകം ശ്രദ്ധിക്കണം. അതൊരു പാത്രത്തിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇതിലേക്ക് ഇനി നമുക്ക് ചേർക്കാനുള്ളത് ഐസിങ് ഷുഗറാണ്. അപ്പോൾ ഞാനിവിടെ എടുക്കാൻ പോകുന്നത് 1.5 സ്പൂൺ ഐസിങ് ഷുഗറാണ്. അപ്പോൾ അതും കൂടി നമുക്കിതിലേക്ക് ആഡാക്കി കൊടുക്കാം. 1 സ്പൂൺ ഓൾറെഡി ഇട്ടു. ഓക്കെ, അങ്ങനെ 1.5 സ്പൂൺ ഐസിങ് ഷുഗറാണ് നമ്മളിവിടെ ഇട്ട് കൊടുത്തിരിക്കുന്നത്. ഇനി നന്നായി ബീറ്റ് ചെയ്യാം. ആദ്യം ചെറിയ രീതിയിലും പിന്നീട് നമുക്ക് ഹൈ സ്പീഡിലും ബീറ്റ് ചെയ്തെടുക്കാം. ബീറ്റ് ചെയ്ത ശേഷം ഈ ഒരു ഫോമിലായി കിട്ടണം നമ്മുടെ വിപ്പിംഗ് ക്രീം. ഓക്കെ, ഇനി ഞാൻ ചെയ്യാൻ പോകുന്നത് എന്താണെന്ന് വെച്ചാൽ ഈ വിപ്പിംഗ് ക്രീമിൽ നിന്ന് കുറച്ച് മാറ്റി വെക്കുകയാണ്, നമുക്കൊരു വൈറ്റ് കളറിലുള്ള വിപ്പിംഗ് ക്രീം കിട്ടാൻ വേണ്ടിയിട്ട്. ഓക്കെ, അപ്പോൾ ഞാനത് മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി ബാക്കി വന്ന വിപ്പിംഗ് ക്രീമിലേക്ക് ഞാനിവിടെ നമ്മൾ ആദ്യം ഉണ്ടാക്കി വെച്ച മാംഗോ പ്യൂരി ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. അപ്പോൾ കുറച്ചായിട്ട് നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. ഓക്കെ, ഇത് ആഡ് ചെയ്ത ശേഷം നമുക്ക് നന്നാക്കി മിക്സാക്കി എടുക്കണം കേട്ടോ. നന്നാക്കി മിക്സാക്കാം. രണ്ടും കൂടി നന്നായി മിക്സായി വരണം. ഓക്കെ, ഇപ്പോൾ ഏകദേശം ഇത് മിക്സ് ആയിട്ടുണ്ട്. ഇപ്പം ഞാൻ നേരത്തെ തന്നെ ജലാറ്റിന് മെൽറ്റാക്കി വെച്ചിട്ടുണ്ട്. ജലാറ്റിനിലേക്ക് കുറച്ച് ചുടുവെള്ളം ഒഴിച്ചിട്ട് സെറ്റാക്കി വെച്ചിട്ടുണ്ട്. അത് ഞാൻ പറയാൻ വിട്ടുപോയതാണ്. അപ്പോൾ ഈ ജലാറ്റിന് 2 സ്പൂണും കൂടി നമുക്ക് ഈ മിക്സിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. അതൊന്ന് പെട്ടെന്ന് സെറ്റായി കിട്ടാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഞാനിപ്പോൾ 2 സ്പൂൺ ജലാറ്റിൻ മിക്സാക്കി കൊടുത്തു. ഇനി നന്നായി നമുക്ക് ഒന്ന് ഇളക്കി കൊടുക്കാം, യോജിപ്പിക്കാം. ജലാറ്റിനും നമ്മൾ ആദ്യം ആക്കി വെച്ച ക്രീമൊക്കെ കൂടി ഒന്ന് യോജിപ്പിച്ചെടുക്കാം. ഓക്കെ, അങ്ങനെ ഈ ഒരു മിക്സ് റെഡിയാണ്. ഇനി അടുത്തതായിട്ട് ഞാനിപ്പോൾ ചെയ്യാൻ പോകുന്ന ഒരു പാത്രം അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മൾ മാംഗോ പ്യൂരി മുഴുവനായിട്ട് എടുത്തിട്ടില്ലായിരുന്നു, കുറച്ച് ബാക്കിയുണ്ടായിരുന്നു. അപ്പോൾ ഈ ഒരു കപ്പിനൊരു കപ്പ് ഞാൻ ഈ ഒരു പാത്രത്തിലേക്ക് ഒഴിച്ചു കൊടുത്തു. സെയിം കപ്പിൻ്റെ അളവിൽ തന്നെ ചെറിയ ചൂടുവെള്ളം കൂടി നമുക്ക് ഈ പാത്രത്തിലേക്ക് എടുത്തിട്ട് മിക്സാക്കി കൊടുക്കാം. ഓക്കെ, രണ്ടും കൂടി നമുക്ക് നന്നായിട്ടൊന്ന് യോജിപ്പിച്ച് കൊടുക്കാം. ചെറിയ തീയിൽ ആക്കിയാൽ മതി ഇത്. ഓക്കെ, ഇതൊന്ന് തിളച്ച് വരുമ്പോഴത്തേക്ക് ഞാൻ പഞ്ചസാര ചേർത്ത് കൊടുക്കുകയാണ്. 1.5 സ്പൂൺ പഞ്ചസാരയാണ് ഞാൻ ഇവിടെ ചേർത്ത് കൊടുക്കുന്നത്. നിങ്ങൾ എടുക്കുന്ന ക്വാണ്ടിറ്റിക്ക് അനുസരിച്ചാണ് മധുരം ആഡ് ചെയ്യേണ്ടത് കേട്ടോ. ഇനി ഇതിലേക്ക് ഞാൻ ജലാറ്റിൻ, നമ്മൾ നേരത്തെ മെൽറ്റാക്കി വെച്ച ജലാറ്റിന് 1 സ്പൂൺ ഇതിലേക്കും കൂടി മിക്സ് ആക്കുകയാണ്. ഓക്കെ, പിന്നെ നമുക്ക് ചേർക്കാൻ ഒരു കാര്യം കൂടിയുണ്ട്. കുറച്ച് ലെമണിൻ്റെ മിക്സും കൂടി ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം, ഒരു ഗ്ലൈസിങ്ങിനൊക്കെ വേണ്ടിയിട്ടാണ്. ഓക്കെ, അപ്പോൾ നമ്മൾ എല്ലാം ചേർത്ത് കഴിഞ്ഞു. ഇനി നന്നായി മിക്സ് ആക്കുക. ഈ ഒരു പരുവത്തിലായാലും നമുക്കിത് ഓഫ് ചെയ്തെടുക്കാം. ഇനി തണുത്ത ശേഷമാണ് നമ്മളിത് ഉപയോഗിക്കാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് നമ്മുടെ മാംഗോ മൂസ് സെറ്റാക്കി എടുക്കാം. ആദ്യം തന്നെ ഞാൻ ബിസ്ക്കറ്റിൻ്റെ മിക്സാണ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത്. ബിസ്ക്കറ്റിൻ്റെ മിക്സ് ചേർത്ത് കൊടുത്ത് എല്ലാ ഭാഗവും ഒരേപോലെ സെറ്റാക്കി കൊടുക്കുക. നിങ്ങൾക്ക് വേണമെങ്കിൽ ആരോറൂട്ട് അല്ലെങ്കിൽ ഓറിയോ ബിസ്ക്കറ്റ് യൂസ് ചെയ്യാം. ഇനി ബിസ്ക്കറ്റ് ഇല്ലാതെ വേണമെങ്കിൽ ചെയ്യാം. അതൊക്കെ ഓരോരോ ഓപ്ഷണലായിട്ട് ചെയ്യേണ്ട കാര്യമാണ്. അപ്പം ഇവിടെ ബിസ്ക്കറ്റ് ചേർക്കുന്നത് ഇഷ്ടമാണ്, അതുകൊണ്ടാണ് ഞാനത് ചേർത്തത്.
ഇനി എടുക്കുന്നത് വിപ്പിംഗ് ക്രീമും മാംഗോ പ്യൂരിയും കൂടി മിക്സാക്കിയ അത് ഞാൻ എന്താണെന്ന് വെച്ചാൽ സ്പൂൺ കൊണ്ടൊക്കെ ആവുമ്പോൾ നമ്മൾ പാത്രത്തിന് സൈഡിലൊക്കെ ആവുന്നുള്ളതുകൊണ്ട് ഞാൻ ഐസിങ് ബാഗിലാക്കി. ഓക്കെ, നിങ്ങൾക്ക് ഐസിങ് ബാഗ് ഇല്ലെങ്കിൽ നിങ്ങൾ സ്പൂൺ കൊണ്ട് തന്നെ ചെയ്താൽ മതി, നിർബന്ധമൊന്നുമില്ല. ഇതാകുമ്പോൾ ഒരു കറക്റ്റാക്കി നമുക്ക് കിട്ടും നമ്മൾ സെറ്റാക്കി വെക്കുമ്പോൾ. അപ്പോൾ അത് ഞാൻ ആക്കി കൊടുത്തു സെക്കൻഡ് ലെയറായിട്ട്. ഇനി എടുക്കുന്നത് നമ്മൾ ആദ്യം മാറ്റി വെച്ച വൈറ്റ് വിപ്പിംഗ് ക്രീം, മാങ്ങ ചേർക്കാത്ത ആ വിപ്പിംഗ് ക്രീം അടുത്ത ലെയറാക്കി ഇട്ട് കൊടുക്കാം. ഓക്കെ, ഇനി ഇത് നമുക്ക് ലെയറാക്കി ഒരേ രീതിയിൽ ആക്കി കൊടുക്കാം. ഓക്കെ, ഒരു ലെയറും കൂടി ആക്കാം. ഓക്കെ, അപ്പം നമ്മൾ ഈ വിപ്പിംഗ് ക്രീമും കൂടി ആക്കി. ഇനി സെയിം ഈ വൈറ്റിൻ്റെ താഴെ കൊടുത്ത് സെയിം ലെയർ തന്നെ ഒന്നും കൂടി മേലെ കൊടുക്കാം. ഒരുപാട് ലെയേഴ്സ് കാണുമ്പോൾ പ്രത്യേക ഭംഗിയാണ് നമ്മുടെ ഡെസേർട്ടിനൊക്കെ. കുറച്ചും കൂടി മാങ്ങ നല്ല കളറുണ്ടെങ്കിൽ കുറച്ചും കൂടി കളറിൽ കിട്ടുമായിരുന്നു. ഓക്കെ, അപ്പം നമ്മൾ ഈ ലെയർ സെറ്റാക്കി. ഇനിയാണ് നമുക്ക് ഫൈനൽ ടച്ചിങ് ഇതിൻ്റെ മേലെ വരുന്നത്. നമ്മൾ അവസാനം ഉണ്ടാക്കിയില്ലേ ലെമണും മാങ്ങയും ജലാറ്റിനും എല്ലാം കൂടി ചേർത്താക്കിയ മിക്സ്, അത് ഓൾറെഡി തണുത്ത്. അപ്പം ഞാനത് ഇനി മേലെ ടോപ്പ് ലെയർ ആക്കിയിട്ട് എല്ലാത്തിൻ്റെ മേലെ ഒഴിച്ച് കൊടുക്കുകയാണ്. ഞാനിപ്പോൾ 3 പേർക്കുള്ളതേ ഉണ്ടാക്കിയിട്ടുള്ളൂ, കാരണം ഞങ്ങൾ 3 പേരാണുള്ളത് ഇവിടെ. ഓക്കെ, നോമ്പൊക്കെ ആയതുകൊണ്ട് ഒരുപാടൊന്നും ചിലവാവില്ല. ഓക്കെ, അപ്പോൾ ഞാൻ ഉണ്ടാക്കിയതെല്ലാം കറക്റ്റ് അളവിലാണ് എനിക്ക് കിട്ടിയിരിക്കുന്നത്. 3 പേർക്ക് കറക്റ്റാക്കി കിട്ടിയിട്ടുണ്ട്. ഓക്കെ, അങ്ങനെ നമ്മൾ ടോപ്പ് ലെയറും കൂടി സെറ്റ് ആയിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഓൾമോസ്റ്റ് നമ്മളെ പണി കഴിഞ്ഞു. അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട്, കണ്ടല്ലോ. അങ്ങനെ നമ്മുടെ മാംഗോ മൗസ് റെഡി. അപ്പം എല്ലാവരും ട്രൈ ചെയ്യണം കേട്ടോ.